എത്താം. ശ്രീ പി എം സുരേഷ് ബാബു, പുറമെ നിന്ന് കാണുന്നവർക്ക് തോന്നുന്ന തോന്നലുകൾ മാത്രമാണ് ഇതെന്നാണ് ശ്രീ എൻ ശ്രീകുമാർ പറയുന്നത്. താങ്കൾ കോൺഗ്രസിൽ എല്ലാ കാലത്തും സംഭവിക്കുന്നത് അടുത്ത് നിന്നും പുറത്തു നിന്നുമൊക്കെ കണ്ടിട്ടുള്ള വ്യക്തിയാണല്ലോ. ഇത് കോൺഗ്രസിന്റെ നല്ലതിനാണോ ഈ യുവ നേതാക്കളെ, പ്രവർത്തിക്കുന്ന നേതാക്കളെ അപമാനിച്ചും അവരെ പുറത്താക്കിയും ഒക്കെയുള്ള ഈ അധികാര വടംവലികൾ? കോൺഗ്രസിന് നല്ലതാണോ എന്ന പരാമർശത്തിൽ നമുക്കത് തുടങ്ങാം. കോൺഗ്രസ്സിൽ ഒരു രാഷ്ട്രീയ ആശയപരമായ ചെറുത്തുനിൽപ്പ് നടത്താൻ ഈ കാലഘട്ടത്തിലെ ഒരു യൂത്ത് കോൺഗ്രസ്സുകാരനും തയ്യാറാവുകയില്ല. അത് ആദ്യം നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. കോൺഗ്രസ്സിലെ ആശയപരമായി ചെറുത്തുനിൽപ്പ് നടത്തിയ കാലഘട്ടം 1979-80 കാലഘട്ടങ്ങളിലാണ്. അത് ആശയപരമായ ഒരു ഘടനമായിരുന്നു. എന്താണ് ആശയം ഘടന? ആ ആശയം എന്ന് പറഞ്ഞത് അന്നത്തെ സപ്തകക്ഷി മുന്നണി, ശ്രീ EMSന്റെ നേതൃത്വത്തിലുള്ള മുന്നണി, ആ മുന്നണിയിൽ മന്ത്രിമാർ തമ്മിൽ അപവാദ പ്രചരണങ്ങളും ആരോപണങ്ങളും വന്നപ്പോൾ ആ മുന്നണി സംവിധാനം പൊളിയും എന്ന് വന്ന് പൊളിയണമെങ്കിൽ കോൺഗ്രസിൻ്റെ പിന്തുണയൂടി ഏതെങ്കിലും ഒരു വിഭാഗത്തിനുണ്ടാകണം എന്ന രാഷ്ട്രീയ തീരുമാനമുണ്ടായി. അപ്പോൾ രാഷ്ട്രീയ തീരുമാനത്തിൽ യൂത്ത് കോൺഗ്രസ് അന്ന് അത് എതിർത്തു. ആ സപ്തമുന്നണി വേണ്ട, ഈ ഗവൺമെൻറ് അല്ലെങ്കിൽ ആ മുന്നണി സംവിധാനം രണ്ടായി പിരിഞ്ഞ് പുതിയൊരു തിരഞ്ഞെടുപ്പിനെ നേരിടാം എന്ന നിലയ്ക്ക് വന്നു. പക്ഷേ അത് ഹൈക്കമാൻഡ് ഇടപെട്ട് നിങ്ങൾ പുറത്തുനിന്ന് പിന്തുണ കൊടുത്ത് ഈ പറഞ്ഞ മുന്നണി സംവിധാനത്തിൻ്റെ തകർച്ചയെ പൂർത്തീകരിക്കണം എന്ന നിർദ്ദേശം വന്നു. അപ്പോഴും മനമില്ലാ മനസ്സോടെയാണ് അന്ന് യൂത്ത് കോൺഗ്രസും അതിൻ്റെ പോഷക സംഘടനകളും വിദ്യാർത്ഥി സംഘടനകളൊക്കെ അതിനെ പിന്തുണച്ചത്. അങ്ങനെ കുറച്ചു കാലം കഴിയുമ്പോഴേക്ക് മന്ത്രിസഭയിൽ ചേരണം എന്ന ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരാശയം കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിന് വരികയും അതിന് ഹൈക്കമാൻഡിൻ്റെ പച്ചക്കൊടി ഉണ്ടാവുകയും ചെയ്തപ്പോഴാണ് ആശയപരമായ സംഘടനത്തിൻ്റെ പൂർത്തീകരണം ഉണ്ടാവുകയും കേരളത്തിൽ 2 പ്രബല ഗ്രൂപ്പുകളായി കോൺഗ്രസ് മാറുകയും ചെയ്തത് എന്ന ചരിത്ര യാഥാർത്ഥ്യം മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമ്മൾ ഇതിനെ കാണുവാൻ. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ ശ്രീ അഭിൻ വർക്കി അദ്ദേഹം സമരമുഖത്ത് നിന്ന ആളാണ്. 1,70,000 79,000 വോട്ടൊക്കെ നേടിയെന്ന് പറയുന്നു. ഞാൻ അതിനെക്കുറിച്ചൊക്കെ എനിക്ക് എൻ്റെതായ ഈ നിലപാടിനോടുള്ള വിരുദ്ധമായ അഭിപ്രായങ്ങളുണ്ട്. അതിവിടെ ഇപ്പോൾ പറയേണ്ടുന്ന കാര്യമില്ലാത്തത് കൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല എന്ന് മാത്രമാണ്. അവിടെ അങ്ങനെ ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ കേരളത്തിൽ പ്രവർത്തിക്കാൻ ശ്രീ പിണറായി വിജയൻ്റെ ഭരണത്തിനോട് എതിർക്കാൻ, പടപൊരുതാൻ, വേട്ടയാടാൻ, പിണറായിയെ വഴിയിൽ തടയാൻ, അദ്ദേഹത്തിൻ്റെ കാറിൽ കരിങ്കൊടി കാണിക്കാൻ, വിമാനത്തിൽ കയറി അദ്ദേഹത്തെ അപകടപ്പെടുത്താൻ, ഇതൊന്നുമല്ല അദ്ദേഹത്തിൻ്റെയോ അല്ലെങ്കിൽ ആ കൂട്ടത്തിലുള്ള ആളുകളുടെയോ ഉദ്ദേശം. ഇപ്പോൾ ഇവിടെ നിന്ന് പുറത്തേക്ക് പോയാൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ആഗ്രഹിക്കുന്ന ഒരു അസംബ്ലി സീറ്റ് ചിലപ്പോൾ അദ്ദേഹത്തിന് കിട്ടാതെ വരും. അത് കിട്ടിക്കുന്നതിന് വേണ്ടി, അത് ലഭ്യമാക്കുന്നതിന് വേണ്ടിയാണ് എനിക്ക് ഇങ്ങനെ ഒരു സേവനം നടത്തണം, പാർട്ടിയെ സ്നേഹിക്കണം, പാർട്ടിയെ കെട്ടിപ്പടുക്കണം എന്ന് തുടങ്ങിയിട്ടുള്ള ഒരു പ്രചാരണത്തോടുകൂടി അദ്ദേഹം ഇപ്പോൾ രംഗത്ത് വന്നിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുവാൻ പാലൂർ പഠിക്കലൊന്നും നമുക്ക് പോകേണ്ടുന്നൊരു ആവശ്യമില്ല. പക്ഷേ ഞാൻ ശ്രീ അഭിൻ വർക്കിയെ ബഹുമാനിക്കുന്ന ഒരു മുതിർന്ന ആളാണ്. ഞാൻ അദ്ദേഹത്തിന് മെറിറ്റ് കണക്കിലെടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് അധ്യക്ഷ സ്ഥാനത്ത് വരാമായിരുന്നു. അങ്ങനെ അധ്യക്ഷ സ്ഥാനത്ത് വന്നാൽ സ്വാഭാവികമായും കിട്ടേണ്ടതാണ് താങ്കൾ ഈ പറഞ്ഞ സീറ്റ്. രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് സീറ്റ് മേടിച്ചുവല്ലോ. ആ സ്ഥാനത്ത് ഇരുന്നത് കൊണ്ടാണല്ലോ അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാവുകയും അവിടുന്ന് MLA ആവുകയും പാർട്ടിക്ക് അപമാനം ഉണ്ടാക്കുന്ന തരത്തിൽ പ്രവർത്തിച്ചിട്ടും ഇപ്പോൾ അതിൽ കടിച്ചു തൂങ്ങുകയും ചെയ്യുന്നത്. ഞാൻ അതിലേക്കൊക്കെ വരാം. ഞാൻ പറഞ്ഞു വന്ന ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ, ഇത്
പച്ചയിൽ ജനങ്ങളോട് പറയുന്നത് മാത്രമല്ല ഈ കാര്യങ്ങളിലൂടെ അന്തർലീനമായി കിടക്കുന്ന വസ്തുത എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ സൂചിപ്പിച്ചത്. പക്ഷേ അതുകൊണ്ടൊന്നും നിങ്ങൾ ഈ പറഞ്ഞതുപോലെ രണ്ടാം സ്ഥാനത്തെത്തത്തക്ക വിധത്തിലുള്ള വോട്ട് എന്ന് പറയുന്ന ആ സംവിധാനത്തെ ഞാൻ പൂർണ്ണമായും അംഗീകരിക്കാത്ത ഒരാളാണ്. അത് ഞാൻ അതിൻ്റെ വസ്തുതകൾ ഞാൻ പറയാം. ശ്രീകുമാർ ഇവിടെ സൂചിപ്പിച്ചല്ലോ, യഥാർത്ഥത്തിലുള്ള യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് ശ്രീ VM സുധീരൻ പ്രസിഡന്റായ ആ തെരഞ്ഞെടുപ്പോടുകൂടി തീർന്നിരിക്കുന്നു. പിന്നെ 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 പലതുമാണ്. ഇപ്പോഴെന്താ നമ്മൾ കണ്ടതാണല്ലോ ഈ തെരഞ്ഞെടുപ്പിലെ കള്ളവോട്ടിനെ കുറിച്ച്, കള്ള ഐഡന്റിറ്റി കാർഡ് ഉണ്ടാക്കിയതിനെ കുറിച്ച്. അത് ശ്രീ രാഹുൽ മാക്കൂട്ടത്തിന് മാത്രമായി ചാർത്തി കൊടുക്കേണ്ടുന്ന കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെല്ലാവരും ചേർന്നിട്ടുണ്ട്. 18 വയസ്സ് പൂർത്തിയായ കോൺഗ്രസുമായി ബന്ധമില്ലാത്ത, യൂത്ത് കോൺഗ്രസ് ആശയമില്ലാത്ത എത്രയോ പേര് വന്ന് വോട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പ്രാദേശികമായി ജീവിക്കുന്ന ഞങ്ങൾക്കൊക്കെ അറിയാം. BJP-ക്കാരും മാർക്സിസ്റ്റ് പാർട്ടിക്കാരും ഒക്കെ സ്നേഹിതത്തിന്റെ പേരിൽ ഈ പറഞ്ഞ വോട്ടിങ്ങിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ആ 1 ലക്ഷത്തിൻ്റെയും 2 ലക്ഷത്തിൻ്റെയും ഒന്നും ഒരു സാങ്ക്ടിറ്റി ഇതിനകത്ത് പ്രശ്നമല്ല. എന്നാലും നമ്മൾ പൊതുസമൂഹത്തിലെടുത്താൽ ശ്രീ OJയെ കേൾക്കുന്നത് വേറൊരു തരത്തിലാണ്, ശ്രീ അബിൻ വർക്കിയെ കേൾക്കുന്നത് മറ്റൊരു തരത്തിലാണ്. സമരമുഖത്ത്, പോരാട്ടത്തിന്റെ മുഖത്ത് അചഞ്ചലമായി നിന്നിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ ശ്രീ അബിൻ വർക്കിയെ പരിഗണിക്കേണ്ടതായിരുന്നു. അതിന് വോട്ട് സ്ട്രെങ്ത് എന്നത് ഇപ്പോഴത്തെ കാര്യത്തിൽ അതൊരു യുക്തിസഹമായ യുക്തിസഹമായ ഒരു ആർഗ്യുമെന്റ് അല്ല എന്നാണ് ഞാൻ അക്കാര്യത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ ഉള്ള വിഷയം എന്താണ്? അദ്ദേഹം എന്തിനാണ് ഇതൊക്കെ പറയുന്നത്? അദ്ദേഹം എന്നോട് അടിയുണ്ടാക്കാൻ പറഞ്ഞു, ഞാൻ അടിയുണ്ടാക്കി. എന്നോട് ചാനലിൽ പോകാൻ പറഞ്ഞു, ഞാൻ ചാനലിൽ പോയി. എന്നോട് സമരമുഖത്ത് നിൽക്കാൻ പറഞ്ഞു, ഞാൻ അത് പോയി എന്ന് പറയുന്നത് എന്താണ് അതിൻ്റെ ഇൻഡയറക്റ്റ് ഇംപ്ലിക്കേഷൻ എന്ന് നമ്മൾ നോക്കേണ്ടതാണ്. അടിയുണ്ടാക്കാൻ പറഞ്ഞതാര്, അടിയുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതെന്താണ് സാധാരണ? ഇങ്ങനെ ഒരു ഇൻകൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ആർഗ്യുമെന്റ്സ് നമുക്ക് നല്ലതല്ല. പക്ഷെ കോൺഗ്രസിനെ ഇതൊന്നും ബാധിക്കും എന്ന് ഞാൻ കരുതുന്നില്ല. കോൺഗ്രസിൻ്റെതായ ശൈലിയിൽ കോൺഗ്രസ് മുന്നോട്ട് പോകും. കോൺഗ്രസ് പോയിക്കൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെതായ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ പങ്കാളിയാകും. അബിൻ വർക്കി ഉണ്ടാക്കുന്ന കോലാഹലങ്ങളായാലും അത് ചാണ്ടി ഉമ്മൻ ഉണ്ടാക്കുന്ന കോലാഹലങ്ങളായാലും അത് ആത്യന്തികമായി ഇവരെല്ലാം, ഈ പറയുന്ന എല്ലാ ബഹുമാനപ്പെട്ട വ്യക്തികളും ഈ കരയുന്ന തെരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിലെ അധികാരം എന്ന ഒരു മധുരക്കിഴങ്ങ് കഴിക്കാൻ വേണ്ടിയുള്ള പോരാട്ടത്തിൽ എല്ലാം മറക്കാൻ തയ്യാറാകുന്നതാണ്. ആശയത്തിനു വേണ്ടി പടപൊരുതാൻ തയ്യാറാകുന്നവരല്ല എന്ന് നമുക്ക് പൊതുസമൂഹത്തിലെ കാലഘട്ടങ്ങൾ കൊണ്ട് ഓർമ്മിച്ചെടുക്കാൻ കഴിയുന്നൊരു വിഷയമാണ്. ശ്രീ ചാണ്ടി ഉമ്മൻ ഇപ്പോൾ ഇന്ന് അത് വീണ്ടും ആവർത്തിച്ചത് വളരെ ലഘൂകരിക്കാനാണ് ബഹുമാനപ്പെട്ട ശ്രീകുമാർ ശ്രമിച്ചത്. അദ്ദേഹം വളരെ മനഃപൂർവ്വം, വളരെ ബോധപൂർവമാണ് താൻ പണ്ട് നിലമ്പൂർ ഇലക്ഷന് മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വീണ്ടും ആവർത്തിച്ചെടുത്തത്. എനിക്കൊക്കെ ഒരുപാട് അനുഭവങ്ങളുണ്ട് അഭിനയ, ആ അനുഭവങ്ങളൊക്കെ സഹിച്ചുകൊണ്ടാണ് ഞാൻ നിൽക്കുന്നത്. അതുകൊണ്ട് താനും ഇതുപോലെ സഹിച്ചുകൊണ്ട് ഈ പുതിയ സംവിധാനത്തെ സ്വീകരിക്കണം എന്ന് പറയുന്നതിന് പകരം എന്താണ് ചെയ്തത് എന്നും ആ ചെയ്ത ആളുകൾ തന്നെയാണ് എന്നെ പുറത്താക്കാൻ കൂട്ടുനിന്ന അല്ലെങ്കിൽ ഗൂഢാലോചന നടത്തിയ ആളുകൾ തന്നെയാണ് അബിന്റെ കാര്യത്തിലും പിറകിൽ നിന്നത് എന്ന് പറയുക വഴി ഒരു വലിയ വിഭാഗീയതയ്ക്ക് ശ്രീ ചാണ്ടി ഉമ്മൻ വിത്തിട്ടിരിക്കുന്നു എന്നുള്ളതാണ് എന്റെ അക്കാര്യത്തിലുള്ള നിരീക്ഷണം. അദ്ദേഹം അത് വളരെ ബോധപൂർവം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അതും ഒരു മുന്നറിയിപ്പാണ്. തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും തരത്തിൽ തിരിച്ചടി ഉണ്ടായാൽ അതിന്റെ ഉത്തരവാദിത്വം ആർക്കെന്നും അതിലേക്ക് വഴിവെച്ചത് എന്തൊക്കെയെന്നും ഉള്ള സൂചനകൾ കൂടിയായാണ് ചാണ്ടി ഉമ്മന്റെ വാക്കുകളെ കാണേണ്ടത്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ ജോർജ് പൊടിപ്പാറ, നോക്കൂ, സമുദായ സമവാക്യം എന്നതൊക്കെ ഒരു കാരണമായി